ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ മഹാനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് ആലപ്പുഴയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവം, കർത്താവ് കൊണ്ടുവന്ന വിധങ്ങള്, വഴികള്, കർത്താവിനെ കണ്ടുമുട്ടിയ വിധങ്ങളൊക്കെ കേൾക്കുന്നവരുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. കർത്താവിന്റെ ദാസന് ഞങ്ങൾക്ക് ലഭിച്ചതിൽ കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ കൃപയ്ക്കുള്ളിൽ പൊതിയണമേ, ദാസനെ ബലപ്പെടുത്തണമേ, ജീവിതാനുഭവം പറയുവാനുള്ള കൃപ കൊടുത്താട്ടോ. കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള അല്പസമയം ഇരുത്തിയാട്ടോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. എവിടെ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അത് നമ്മുടെ കേൾവിക്കാർക്ക് ഒരു അനുഗ്രഹമായി തീരുമല്ലോ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോസി ടിവിയിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ആലപ്പുഴ ജില്ല പുറക്കാട് എന്ന് പറയുന്ന തീരദേശത്തോടനുബന്ധിച്ചുള്ളൊരു പ്രദേശമാണ്. കേരളത്തിന്റെ പടിഞ്ഞാറേ അതിർത്തിയാണ്. അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് പാസ്റ്റർ സജേഷ്. എനിക്ക് വൈഫും 2 കുട്ടികളുമുണ്ട്. അതുപോലെ തന്നെ പിതാവുണ്ട്, 2 സഹോദരങ്ങളുണ്ട്. അവരെല്ലാം കുടുംബസ്ഥരാണ്. എൻ്റെ മാതാവ് ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. ഇതാണ് എൻ്റെ ഫാമിലിയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഓക്കെ, കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ കർത്താവിനെ കണ്ടുമുട്ടിയതൊക്കെ നമുക്ക് കേൾക്കാം. അതിനായിട്ടുള്ള സമയമാണിപ്പോഴും. അത് ഷെയർ ചെയ്യുന്നതിന് കർത്താവിന്റെ ദാസന് ഞാൻ അവസരം നൽകി തരികയാണ്. ഓക്കെ, കർത്താവിന്റെ ദാസനെ വെൽക്കം ചെയ്യും. ജോയ്സ് ടിവിയിലൂടെ ദൈവം എനിക്ക് തന്ന സാക്ഷ്യം ഇങ്ങനെ മറ്റ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുവാൻ അവസരം തന്ന കർത്താവിൻ്റെ ദാസിയോടും ജോയ്സ് ടിവിയുടെ എല്ലാ പ്രവർത്തകരോടുമുള്ളതായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ സാക്ഷ്യത്തെ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് വളരെ സന്തോഷമുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് വില്ലേജിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഈ പ്രദേശത്ത് തന്നെയാണ്. എൻ്റെ പ്രാരംഭമായ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെട്ടത് ഈ പുറക്കാട് തന്നെയാണ്. അപ്പോൾ ഈ ദേശം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയാണ്. അറബിക്കടലിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ് പുറക്കാട് വില്ലേജ് എന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് ദൈവവിശ്വാസം ശരിക്കും പകർന്നു തന്നത്. കാരണം അച്ഛനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ ആയിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. എന്നാൽ എൻ്റെ മാതാവ് അതിന് തികച്ചും ഓപ്പോസിറ്റാണ്. ദൈവത്തെക്കുറിച്ചുള്ള ദൈവഭയവും ദൈവവിശ്വാസവും അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വിശ്വാസം അനുസരിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കുകയും ആ ഒരു ദൈവഭയത്തോടുകൂടെ വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രിയ മാതാവ് നൽകി തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിന് ശേഷം അവിടെ അറവുകാട് എന്ന സ്ഥലത്ത് പുന്നപ്പുറ പോളിടെക്നിക്ക് പോയി ഡീസൽ ആൻഡ് പെട്രോൾ എഞ്ചിൻ മെക്കാനിസം പഠിച്ചു. അങ്ങനെ പഠിച്ച് ആ സമയത്ത് തന്നെ എനിക്ക് ഇവിടെ ധാരാളം കൂട്ടുകാരുണ്ട് എൻ്റെ പ്രദേശത്ത്. അപ്പോൾ അവരുമായിട്ട് കൂട്ടുകൂടി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും അങ്ങനെ ജീവിച്ചൊരു കാലയളവ് എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് വരുന്നതിനെ കുറിച്ചോ ഇല്ല ദൈവത്തെ ഭയപ്പെടുന്നതിനെ കുറിച്ചോ ഉള്ളതായിരിക്കുന്ന ചിന്തയൊക്കെ നഷ്ടപ്പെട്ടു.
ശരിക്കും പറഞ്ഞാൽ മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി ജീവിക്കുന്നതായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ കടന്നുപോയത്. കാരണം യൗവന പ്രായമാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്റെ ആ ചോരത്തിളപ്പിന്റെ സമയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്ന് പറയാൻ ഇടയായിട്ട്. അപ്പൊ അങ്ങനെ എൻ്റെ അമ്മ എന്നെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ടും എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ജ്യോതിഷന്മാരുടെ അടുക്കലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് 19.5 വയസ്സ് വരെ ശനിദോഷമാണ്, ശനിയുടെ അപഹാരമാണ്, അത് കഴിയുമ്പോൾ ഇത് രാജയോഗമാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും കൊള്ളാം, കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടി അടിപിടി കേസുകളിലും ചെറുതായിട്ട് മദ്യപിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഭവനത്തിലെ അപ്പനും അമ്മയ്ക്ക് എന്നെക്കുറിച്ച് സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് സജീവമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ എളുപ്പത്തിൽ പറയട്ടെ, ഒടുവിലായിട്ട് ഞാൻ BJPയുടെ ഒരു പ്രവർത്തകനായിട്ടാണ് ഞാൻ ഒടുവിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് RSSന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, വിശ്വ പരിഷത്തിന്റെ ജില്ലാ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ നേതാക്കന്മാരുമായിട്ടൊക്കെയുള്ള ആലപ്പുഴ ജില്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്നുള്ളത് അന്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് അകപ്പെടുമ്പോൾ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പൊ ആ സമയത്ത് തന്നെ എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടെ പല ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ കടന്നുപോയ മേഖലകളിലെല്ലാം വളരെ തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിട്ടതിന്റെ ഫലമായിട്ട് എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനോ ഒന്നും ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒത്തിരി ഹൃദയഭാരം ഉണ്ടായിട്ട് എൻ്റെ മനസ്സിൽ ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അങ്ങനെയാണ് മരണചിന്ത ആദ്യമായിട്ട് എന്നെ പിടികൂടും. കാരണം ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജീവിക്കുന്നത് വ്യർത്ഥമാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായി, ജീവിതം തന്നെ വ്യർത്ഥമാണെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ മരണചിന്ത എന്നെ പിടിക്കാൻ തുടങ്ങി. മരിക്കണം, അപ്പൊ എങ്ങനെ മരിക്കണം എന്നതിനെ കുറിച്ചായി ചിന്ത. വേദന കൂടാതെ എങ്ങനെ മരിക്കാം, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ദിവസം ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ പാമ്പിന്റെ ശല്യമുള്ള പ്രദേശങ്ങളാണ്. അങ്ങനെ ഇരുട്ടത്ത് ടോർച്ച് ഇല്ലാതെ ഞാൻ ഈ പറമ്പിലൂടെ ഒക്കെ ഇറങ്ങി ഇങ്ങനെ കാടുപോലെ വളർന്നു കിടക്കുന്ന പുൽപ്പുറങ്ങളിലൂടെ നടക്കുമായിരുന്നു. കാരണം പാമ്പ് കുത്തി മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, പക്ഷെ എന്തായാലും കൊള്ളാം. ചില ദിവസങ്ങൾ അങ്ങനെ ശ്രമിച്ചെങ്കിലും ഒരൊറ്റ കുളവും പോലും എന്നെ കടിച്ചില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവിടെ ഇടങ്ങളിലൊക്കെ പാമ്പിനെ കണ്ടതായി പറയുന്നുണ്ടെങ്കിൽ പാമ്പ് കടി ഏൽക്കാൻ വേണ്ടി നടന്ന എന്നെ ഒരു പാമ്പും കടിച്ചില്ല, ഒരു പഴുതാര പോലും കടിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്ലാൻ മാറ്റി വെച്ചിട്ട്, ഞങ്ങളുടെ ഇവിടെ ധാരാളം നെൽപ്പാടങ്ങൾ കൃഷി ചെയ്യുന്ന മേഖലയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ തീരുമാനിച്ചു, വീട്ടിൽ വിഷം ഇരിപ്പുണ്ട്, കീടനാശിനി കുടിച്ച് മരിക്കാം. അങ്ങനെ ഒരു ദിവസം ഒരു സായാഹ്ന സമയത്ത് ഞാൻ ഒരു കുപ്പി വിഷവുമായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ പാടത്തിന്റെ നടുവിലൊരു ബണ്ടുണ്ട്, ആ ബണ്ടിൽ പോയി കണ്ണെത്താ ദൂരമായി എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഈ വിഷക്കുപ്പി എടുത്ത് കുടിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പൊ അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിലെ ശരിക്കും ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് അവിടെ വെച്ചാണ്. ഞാൻ ഈ വിഷക്കുപ്പി എടുത്ത് കുടിക്കാനായിട്ട് അടപ്പ് തുറന്നു, ചുണ്ടത്ത് വെച്ചിങ്ങനെ കമത്തുമ്പോൾ അകത്ത് ഈ മേലോട്ട് കമത്താൻ, വായിലോട്ട് കമത്താൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ആ സമയത്ത് എൻ്റെ കൈമുട്ടിൽ പിടിച്ച് ആരോ താഴോട്ട് വലിക്കുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് അനുഭവം. 3 പ്രാവശ്യം ഞാൻ ശ്രമിച്ചു നോക്കി. ഈ 3 പ്രാവശ്യവും വിഷക്കുപ്പി വായിലോട്ട് കമത്താൻ കഴിയാതെ വണ്ണം എൻ്റെ കൈമുട്ടിൽ ആരോ പിടിച്ച് താഴോട്ട് വലിക്കുകയാണ്. ആരെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ എനിക്ക് പെട്ടെന്നൊരു ഭയം എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ട് ഞാൻ ആ വിഷക്കുപ്പി അവിടെ ഉപേക്ഷിച്ച് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഞാൻ വീട്ടിൽ വന്നു. അപ്പൊ ചില ദിവസങ്ങൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു, ആരായിരിക്കാം എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചത്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ അടുത്ത ഒരു ശ്രമം, കാരണം സമാധാനമേ, ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വതയില്ല. അതുകൊണ്ട് ഈ ജീവിതം ഇങ്ങനെ നശിപ്പിക്കണം, ഇങ്ങനെയാണ് ചില ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ അടുത്ത തവണ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് 3-4 മാവുണ്ട്. അവിടെ ഒരു ഇങ്ങനെ രാത്രി കയറുക. ഞാൻ വീട്ടിലെല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് രാത്രി ഞാനൊരു കയറും എടുത്തുകൊണ്ട് ഈ പുളിമാവിന്റെ ചവിട്ടി വന്നപ്പോൾ നല്ല നിലാവുള്ള സമയമാണ്. ഞാനിങ്ങനെ മാവേൽ വലിഞ്ഞു കയറി ഏറ്റവും മുകളിലെത്തി അതിന്റെ ഒരു ശിഖരത്തിൽ കയറ് കെട്ടി
അടുത്ത കയറിന്റെ അറ്റം എൻ്റെ കഴുത്തിൽ കെട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താഴെ നിന്നൊരു ശബ്ദം കേൾക്കാം, നീ ഇവിടെ എന്ത് ചെയ്യുന്നതാണെന്ന് രാത്രി. ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ആ നിലാവുള്ള രാത്രി എനിക്ക് കാണാം എൻ്റെ പിതാവ് താഴെ വന്ന് മേലോട്ട് നോക്കി നിൽക്കുക. അപ്പൊ എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എൻ്റെ പിതാവ് കണ്ടല്ലോ എന്നുള്ളതായിരിക്കുന്ന ആ വിഷമവും ജാള്യതയും നിമിത്തം ഞാൻ പതുക്കെ ഒന്നും മിണ്ടാതെ താഴേക്ക് ഇറങ്ങി നേരെ വീടിനകത്തോട്ട് പോകുന്നു. വീടിനകത്ത് കതക് തുറന്ന് അകത്ത് കയറിയപ്പോൾ എൻ്റെ പിതാവ് അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്, എല്ലാവരും ഉറങ്ങുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, പിന്നെ ആരാണ് ഈ മാവിൻ ചവിട്ടി വന്നത്? ഇപ്പൊ രണ്ടാമത്തെ അനുഭവമാണ്. അപ്പൊ എനിക്കത് ഏറ്റവും ഒന്നുകൂടെ എൻ്റെ സമാധാനം നഷ്ടപ്പെടത്തക്കതായ രീതിയിൽ ആ ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് എനിക്ക് ഒറീസയിലേക്ക് കടന്നു പോകാൻ ഒരു സാവകാശം ഒരുങ്ങുന്നത്. ഒറീസയിൽ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങളുടെ മകൻ, അദ്ദേഹം ഒറീസയിലെ വിശേഷകനാണ്. കാരണം അപ്പൻ്റെ പെങ്ങളുടെ മകൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദറിന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകളും കുടുംബം. മകളെന്ന് പറഞ്ഞാൽ അവർ വിധവയാണ്, ഒരു മകനേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൽ വരുന്നത്. അവർ താമസിക്കുന്ന ഹരിപ്പാടാണ്. ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് 30-ഓളം കിലോമീറ്റർ അകലമുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വിശ്വാസത്തിൽ വന്ന് ഒത്തിരി നിന്ദയും പരിഹാസവും അപമാനം ഒറ്റപ്പെടൽ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. അവരുടെ മകനും ഇതുപോലെ തന്നെ ഒരു ഗുണ്ടാപ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെ വളരെ നാളുകൾ പുള്ളിക്കാരി അദ്ദേഹത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കർത്താവ് അദ്ദേഹത്തെ സന്ദർശിച്ചു. അങ്ങനെ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ച് ശേഷമായിട്ട് നോർത്ത് ഇന്ത്യൻ മിഷണറി ആയിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. അങ്ങനെ കാശ്മീർ മുതലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും താമസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയായി. അതിനുശേഷമായി വർഷങ്ങളായിട്ട് അവർ ഒറീസയിൽ ബറാംപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ മാതാവിനെ കൊണ്ട് വിടുവാനായിട്ടാണ് ഞാൻ ഇവിടുന്ന് കടന്നു പോകുന്നത്. 2000-ലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ കടന്നു പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചില മാസങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നീ ഇവിടെ വന്നതല്ലേ, 1-2 മാസം ഇവിടെ നിൽക്കേ. അതിനിടയ്ക്ക് എനിക്ക് ഒരു ടയർ റിട്ടയർഡ് കമ്പനി ഒരു ജോലി അദ്ദേഹം ശരിയാക്കി തന്നു. എന്നാൽ ചില ദിവസങ്ങൾ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ബോയിലറിന്റെ അതികഠിനമായ ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ തുടരാൻ കഴിഞ്ഞില്ല. ഈ സമയങ്ങളിലേക്ക് അദ്ദേഹം എന്നോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ എന്റെ മനസ്സിലെ ചിന്ത മുഴുവൻ ഞാനൊരു ക്രിസ്ത്യാനിയായി തീരാൻ വേണ്ടി ഇദ്ദേഹം എന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെനിക്ക് എന്റെ മനസ്സിൽ തോന്നി. എന്നാൽ ഞാൻ അതൊക്കെ നിസ്സാരമായിട്ടാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്, അതിനെ ഏറ്റെടുത്തില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഷെൽഫിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്, നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് വായിക്കാൻ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പൊ ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ ചെലവിൽ അവിടെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് വരുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ ഫലിതങ്ങൾ എന്ന പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ വന്ന്, ഏത് പുസ്തകമാണ് നീ വായിക്കുന്നതെന്ന് അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ഈ പുസ്തകമാണ്. പെട്ടെന്ന് ആ പുസ്തകം എടുത്ത് അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വലിച്ചു ദൂരെയാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എത്രയോ നല്ല പുസ്തകങ്ങളുണ്ട്, ഞാൻ അത് വായിക്കാനാണ് നിന്നോട് പറഞ്ഞത്, ഇതാണോ വായിക്കുന്നത്? അങ്ങനെ അദ്ദേഹത്തിനൊരു പ്രയാസം വരുത്തണ്ടെന്ന് വിചാരിച്ചാണ് നോർത്ത് ഇന്ത്യയിൽ ചമ്പൽ കൊള്ളക്കാരനായി ജീവിച്ച ഒരു ജയപാൽ സിംഗിന്റെ ജീവചരിത്രം എഴുതിയൊരു പുസ്തകം. അപ്പൊ എനിക്ക് ക്രൈമിനോടൊക്കെ അന്ന് വലിയ താല്പര്യമാണ്. ഒരു കൊള്ളക്കാരനാകുമ്പോൾ കുറച്ച് ക്രൈമൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങി. അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. ചെറുപ്രായത്തിലെ മോഷണ കേസിൽ പിടിക്കപ്പെട്ട് അങ്ങനെ പിന്നീട് നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കൊള്ളക്കാരനായി ജീവിക്കും. അപ്പൊ അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മതപഠനങ്ങൾ ജയിലിലുണ്ട്. അദ്ദേഹം ഓരോ മതങ്ങളെ കുറിച്ചും അദ്ദേഹം വിശകലനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മറ്റ് മതങ്ങൾ പറയുന്നത് പോലെയല്ല യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഓരോ അവതാരങ്ങളെ കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി എഴുതിയിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം എന്ന് അദ്ദേഹം തെളിയിച്ച് എഴുതിയിരിക്കുക. അപ്പൊ എന്റെ മനസ്സിൽ അതിനെ നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായി. യേശുക്രിസ്തു ആണോ സത്യദൈവം എന്നുള്ള ചിന്ത അന്ന് മുതൽ എന്റെ മനസ്സിൽ വരാൻ തുടങ്ങി. എങ്കിലും ഞാൻ പൂർണ്ണമായി ആശ്രയിച്ചില്ല. പാരമ്പര്യമായ വിശ്വാസം അനുസരിച്ചാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം എന്റെ ജ്യേഷ്ഠ സഹോദരൻ 21 ദിവസം ഉപവാസം ഇരിക്കുകയാണ്. അതിന്റെ 4-ാം ദിവസം അദ്ദേഹം പ്രാർത്ഥനാ മുറി കയറി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ടെറസിന്റെ മുകളിലേക്ക് പോവുക. ആ ഫ്ലാറ്റിന്റെ ടെറസിന്റെ ഏറ്റവും മുകളിൽ ചെന്ന് ഞാനിങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് നോക്കി കൈ തൊഴുത് നിൽക്കുമ്പോൾ
പെട്ടെന്ന് എന്റെ പുറകിൽ ഒരു ശബ്ദം കേട്ടു, നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു ആരാണ് വന്നത്, നോക്കിയപ്പോ ഇദ്ദേഹമാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ, അദ്ദേഹം ഇത്ര പെട്ടെന്ന് പ്രാർത്ഥന നിർത്തിയോ? എന്റെ മുഖത്തേക്ക് വളരെ രൂക്ഷമായി നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, നിന്റെ ദേശത്ത് ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു ഇതിങ്ങനെ? അപ്പൊ അദ്ദേഹം എന്നോട് പറയാണ്, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കാൻ, ഒരു പെന്തക്കോസ്തുകാരനാക്കാനുള്ള അദ്ദേഹത്തിന്റെ പുതിയ ഏതോ തന്ത്രമാണ്. ദൈവം പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാകുമല്ലോ. അപ്പൊ ഞാൻ അന്നേരം മനസ്സിൽ ചിന്തിച്ച്, ഈ പുള്ളിക്കൊന്നും വേറെ ഒരു പണിയില്ല. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഇതൊരു ഇന്റർനെറ്റ് യുഗമല്ലേ, ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ദൈവശബ്ദം കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ 30 ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളാണ്, എല്ലാ മതങ്ങളെയും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ സേവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇതുവരെ ദൈവശബ്ദം കേട്ടിട്ടില്ലല്ലോ. ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന അദ്ദേഹം ദൈവശബ്ദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അപ്പൊ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇനി ഒറീസയിൽ തുടരാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഒറീസയിൽ ഞാൻ ഇനി തുടർന്നാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസി ആകണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങും. അങ്ങനെ ഞാൻ ആ ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹവും ഞാനും തമ്മിൽ വലിയ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം എന്നോട് പോകരുത്, നാട്ടിൽ പോയാൽ നീ നശിച്ചു പോകുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പോയേ മതിയാകത്തു. അങ്ങനെ അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ എന്നെ യാത്ര അയക്കാൻ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഒരു ദിവസം തിടുക്കത്തോടെ ഞാൻ സൂട്ട് കേസിനകത്ത് എൻ്റെ തുണിയെല്ലാം അടുക്കി വെക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ബൈബിള് എടുത്ത് അതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് എന്നോട് പറയുകയാണ്, ഈ ബൈബിള് കൊണ്ട് നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞു. ബൈബിള് കൊണ്ട് എനിക്ക് എന്ത് ആവശ്യം വരാനാണ്? എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് ബൈബിൾ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഏതായാലും അദ്ദേഹത്തിന് ഒരു മനപ്രയാസം വരുത്തണ്ട, ഞാൻ അവിടുന്ന് പോരുന്നതിൽ അദ്ദേഹത്തിന് ഒത്തിരി പ്രയാസമുണ്ട്. ഒരു ബൈബിൾ അല്ലേ, ഒരു പുസ്തകമല്ലേ, നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എവിടെങ്കിലും എടുത്ത് വെക്കാം എന്ന ആഗ്രഹത്തോടെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ ആ പുസ്തകം അതിനകത്ത് വെച്ചു. അവിടുന്ന് യാത്ര തിരിച്ചു. പിറ്റേ ദിവസം രാത്രി ആയപ്പോൾ സേലത്ത് വന്നപ്പോൾ ഞാൻ സമയം നോക്കി, ഏതാണ്ട് അർദ്ധരാത്രി 12 മണിയോളമാണ്. അപ്പൊ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമില്ല, ട്രെയിനകത്തും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ട്രെയിനകത്ത് എല്ലാവരും സുഖകരമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, എനിക്ക് മാത്രം ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെ പലവിധമായ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു സ്ക്രീൻ തെളിഞ്ഞു വരികയാണ്. സിനിമാ സ്ക്രീൻ പോലൊരു സ്ക്രീൻ തെളിഞ്ഞു വരും. എന്നിട്ട് അതിനകത്ത് എൻ്റെ ജീവിതം പ്രദർശിപ്പിക്കുന്നു. ഞാൻ അറിവായ സമയം മുതൽ ആ ട്രെയിനിൽ കയറിയ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ക്രീനിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഞാൻ കണ്ണടച്ചപ്പോൾ ഈ ദൃശ്യം മായുന്നില്ല, ദൃശ്യം അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദനിക്കാറുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോൾ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വേദന. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ട്രെയിനകത്ത് ഞാൻ മരിച്ചു വീഴാനുള്ള സാധ്യതയുണ്ട്, ഒരു ഡെഡ് ബോഡി ആയിട്ട് മാത്രമേ ഞാൻ നാട്ടിലെത്തത്തുന്നുള്ള ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ സമയത്താണ് ഒരു ശബ്ദം ഞാനിങ്ങനെ കേട്ടു, നിന്റെ പെട്ടിക്കകത്തിരിക്കുന്ന ബൈബിൾ എടുത്ത് വായിക്കുമെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ വേദന മാറിക്കിട്ടും. അപ്പൊ ഈ ശബ്ദം എന്നെ ഒത്തിരി ഭയപ്പെടുത്തി. കാരണം എന്റെ പെട്ടിക്കകത്ത് ബൈബിൾ ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. 1. 2, ഈ ശബ്ദത്തിന് ഒരു ഉറവിടമില്ല. കാരണം ഞാൻ ചുറ്റും നോക്കുകയാണ്, ആരാണ് ഈ സംസാരിക്കുന്നത്? നോക്കുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യരാരുമല്ല, ഈ ശബ്ദം മുകളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അന്നേരത്തെ ആ ഭയവും ഈ ഹൃദയത്തിന്റെ വേദനയും മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഈ പെട്ടിയിൽ കൈവച്ചു തുറക്കാൻ വേണ്ടി. ആ സമയത്ത് തന്നെ വേറെ ഒരു ശബ്ദം കേൾക്കാം, അത് ബൈബിൾ നീ എടുക്കരുത്, നിനക്കതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്ന് രണ്ടാമതൊരു ശബ്ദം കേട്ടു. ഇങ്ങനെ ഈ 2 ശബ്ദവും 3 പ്രാവശ്യമായിട്ട് ഞാൻ കേട്ടു. 3-ാം പ്രാവശ്യം ഈ ശബ്ദം മുഴങ്ങുമ്പോൾ ഞാൻ ബോധരഹിതനായിട്ട് ബെർത്തിലേക്ക് മറിഞ്ഞു വീണു. എത്ര നേരം അങ്ങനെ കിടന്നു എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എനിക്ക് ബോധം വീഴുന്ന സമയത്ത് ഞാൻ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്, വെട്ടി വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോഴും ഹാർട്ടിന് വേദനയുണ്ട്. ഈ ഹാർട്ടിന്റെ വേദന മാറും ഒരു കാരണമാകുന്നെങ്കിൽ ബൈബിൾ എടുത്ത് നോക്കാം. അങ്ങനെ വിറയ്ക്കുന്ന കൈ കൊണ്ടാണ്, കാരണം എൻ്റെ ശക്തിയെല്ലാം ചോർന്നു, മനസ്സിൽ ഭയമുണ്ട്. ഞാൻ ഈ പെട്ടി തുറന്ന ബൈബിൾ എടുത്തു. കൈകൊണ്ട് ഞാൻ തുറന്ന നിമിഷം തന്നെ ഈ വേദന പെട്ടെന്ന് മാറുവാൻ ഇടയായിട്ട്
പെട്ടെന്ന് ട്രെയിനിന്റെ മുകളിൽ നിന്ന് ഒരു ദിവ്യ പ്രകാശം എൻ്റെ ശിരസിൽ വന്നിട്ട് ഈ ശിരസിനകത്തൂടെ എൻ്റെ ഹൃദയത്തിനകത്തൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയ അപ്പൊ എൻ്റെ ഹൃദയം തുറന്ന പോലെ ഒരു അവസ്ഥ എനിക്ക് അനുഭവപ്പെട്ടു. ആ സമയത്ത് എൻ്റെ പേര് സജേഷ് എന്നാണ്. എൻ്റെ പേര് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവാണ്, ഞാൻ ഏകസത്യ ദൈവം, നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഇപ്പൊ ഞാൻ ഒറീസയെ പറ്റി ചിന്തിച്ചത്, ഈ ദൈവ ശബ്ദം കേട്ടു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് വെറും നുണയാണെന്ന് ഞാൻ വിചാരിച്ചു. സംഭവിച്ചത്, ഞാൻ യാത്ര തിരിക്കുന്ന സമയമുള്ള അദ്ദേഹം ദൈവസന്നിധിയിൽ വളരെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് പക്ഷെ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ആയിരിക്കാം, ദൈവത്തിന്റെ പൈതലായ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ആയിരിക്കാം. ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. അതുകൊണ്ട് ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ആ നിലവിളിയും പ്രാർത്ഥനയുമായിരിക്കാം കർത്താവിനെ സന്ദർശിക്കാൻ കാരണമായത്. ഏതായാലും ആ രാത്രി ദൈവശബ്ദം കേട്ടു. ആ ട്രെയിനകത്ത് വെച്ച് ഞാനൊരു കുഞ്ഞിനെ പോലെ അലറി വിളിച്ചു. ഇങ്ങനെ ഞാൻ ഉടമ്പടി ചെയ്തു, യേശുവേ, അങ്ങാണ് ഏകസത്യ ദൈവമെങ്കിൽ ഇന്നു മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നത് ഒരു വിശ്വാസിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുന്നത്. സ്തോത്രം. എന്നാൽ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പ്രകൃതമൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ ഒരു വിശ്വാസിയായിരിക്കുന്നു. അതിന് ഞങ്ങളുടെ നാട്ടിൽ ആളുകൾ പറയുന്നത് മതം മാറുക. ഒരു വിശ്വാസിയെ കണ്ടാൽ ആളുകൾ പറയുന്നത് മനം മാറിയവനെന്ന് ആരും പറയത്തില്ല, മതം മാറിയെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു, നീ മതം മാറിയിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ വിജനമായ പുരയിടങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പുല്ലി എത്താൻ വരുന്ന ആളുകൾ എന്നെ കണ്ടു. ഞാൻ അവരെ കണ്ടില്ല, അവരെന്നെ കണ്ടു. എന്നിട്ട് നാട്ടിലെല്ലാം പറഞ്ഞു വരുത്തി അവനൊരു ക്രിസ്ത്യാനിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. നാട്ടിലൊക്കെ എന്നെക്കുറിച്ച് പഴഞ്ചൊല്ലു പോലെ ആളുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ RSSന്റെ സഹപ്രവർത്തകർ എന്നെ ഒരു ക്ഷേത്രത്തിന്റെ സ്ഥലത്തേക്ക് വിളിച്ചു, ശാഖ നടക്കുന്ന സ്ഥലത്ത് എന്നെ വിളിച്ചു. നീ ഇങ്ങനെ മതം മാറി എന്നിങ്ങനെ ഞങ്ങൾ അറിഞ്ഞു, നീ മടങ്ങി വരണം എന്നൊക്കെ അവരെന്നോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ആദ്യം സംസാരിച്ചു. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഒടുവിൽ അവരുടെ ശബ്ദം ഭീഷണിയുടേതായി മാറി. പക്ഷെ ഞാൻ അതിന് തിരിച്ച് പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വന്നാലും ഞാൻ ഈ മാർഗം വിട്ട് ഇനി വേറൊരു മാർഗത്തിലേക്ക് ഞാനില്ല. കാരണം യേശു ക്രിസ്തു മാത്രമാണ് ഏകസത്യ ദൈവം, ജീവനുള്ള ദൈവമെന്ന് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു, ഏതായാലും ജീവിതത്തിൽ സമാധാനമില്ലാതെ, ലക്ഷ്യമില്ലാതെ മരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ നടക്കുന്ന സമയത്താണ് ഈ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നത്. എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു, ഇനി ജീവിക്കുകയാണെങ്കിൽ യേശു കർത്താവിന് വേണ്ടി ജീവിക്കാം. അങ്ങനെയാണ് 2001 ആ ഏപ്രിൽ മാസം ഞാൻ ഈ പുറക്കാട് കിഴക്ക് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെ ദേശീയ ജലപാതയാണ്, കൊല്ലം ആലപ്പുഴ ദേശീയ ജലപാതയാണ്. ദേശീയ ജലപാതയിൽ ഒരു ഞായറാഴ്ച രാവിലെ ജലസ്നാനം സ്വീകരിച്ചു. അതിനുശേഷമായിട്ട് മല്ലപ്പള്ളിയിലുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ദൈവത്തിന്റെ വചനം, അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, IPCയുടെ ബൈബിൾ കോളേജ് ഉണ്ട്. അവിടെ പോയി ദൈവവചനം പഠിക്കാനായിട്ട് കടന്നുപോയി. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തത് ഇവിടെ പുറക്കാട് ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്, IPC ആലപ്പുഴ ഈസ്റ്റ് സെന്ററിന്റെ, അന്ന് MV വർഗീസ് അപ്പച്ചനാണ് അവിടുത്തെ സെൻട്രൽ മിനിസ്റ്റർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു ഔട്ട്സ്റ്റേഷൻ വർക്ക് പുറക്കാട് നടക്കുന്നുണ്ട്. ഒരു വീട്ടിൽ കുറച്ചാളുകൾ, വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവിടെ പ്രാർത്ഥനയിൽ കൂടി വരുന്നത്. അന്ന് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പാസ്റ്റർ CP മാത്യു എന്ന് പറയും, മല്ലപ്പള്ളി ചെങ്ങന്നൂർ സ്വദേശിയാണ് CP മാത്യു. അപ്പൊ അദ്ദേഹം ഇവിടെ ഞാനിങ്ങനെ രക്ഷിക്കപ്പെട്ടു, എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് അദ്ദേഹം അറിഞ്ഞിട്ട് എന്നെ കാണാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ കൂട്ടുകൂടി വോളിബോൾ കളിക്കുകയാണ് ഈ ആറ്റ് സൈഡിൽ. അങ്ങനെ ഈ പന്ത് ആറ്റിലേക്ക് പോയി ഞാൻ ഈ പന്ത് എടുക്കാൻ വേണ്ടി ഒരു മുള കുത്തി ചാടിയതാണ്. ഈ മുള ഒടിഞ്ഞിട്ട് എൻ്റെ പുറം ഈ കൽക്കറ്റെ വന്ന് ആഞ്ഞടിച്ചു. അപ്പൊ കണ്ടവരെല്ലാം നിലവിളിച്ചു, കാരണം ഞാൻ രണ്ടായിട്ട് ഒടിഞ്ഞു പോയെന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷെ എൻ്റെ പുറത്ത് ദൈവത്തിന്റെ കരുണയാൽ ഒരു പോറല് മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷെ അന്ന് എനിക്കൊരു ആ സമയത്ത് എനിക്ക് ഒരു ബോധമുണ്ടായി, ആരാധനയ്ക്ക് പോകണം എന്നുള്ള ചിന്തയുണ്ടായി. അതേ സമയത്താണ് ഈ ദൈവദാസന് ഒരു ബ്രദറും കൂടെ വരികയാണ്, എന്നെ അന്വേഷിച്ച് വരിക. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഞാൻ കർത്താവിനെ ആരാധിക്കാൻ കടന്നു പോകും. അപ്പൊ അവര് വന്ന് എന്നെ വിളിച്ചു. അതിന്റെ പിറ്റേ ആഴ്ച മുതൽ ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി.
അങ്ങനെയാണ് സ്നാനം ഏർപ്പെട്ടു. ആ ദൈവദാസൻ തന്നെയാണ് മല്ലപ്പള്ളി ബൈബിൾ കോളേജിൽ എനിക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കി തന്നത്. അങ്ങനെ അവിടെ ദൈവവചനം പഠിക്കുന്ന സമയത്താണ് വിശ്വാസ ജീവിതം ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. കാരണം ഞാൻ ദൈവവചനം പഠിക്കുന്ന സമയത്ത് എനിക്ക് സഭയിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒന്നും യാതൊരു വിധമായ ഭൗതിക സപ്പോർട്ടും എനിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഒന്നും രണ്ട് മൂന്ന് ജോഡി വസ്ത്രമൊക്കെ ഉള്ളു, അതൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാനവിടെ പഠിക്കുന്നത്. എന്നാൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണെന്ന് ഈ ദൈവശബ്ദം കേട്ടതിലൂടെ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ രാത്രി സമയങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് വേണ്ട ബൈബിളോളജി പഠനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ പലരും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു എന്ന് പറഞ്ഞ് കൊണ്ട് തരുമായിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമുണ്ട്. കറുകച്ചാലിലുള്ള ഒരു ദൈവദാസൻ, അദ്ദേഹം വിസിറ്റിങ്ങിനായിട്ട് ദുബായി കടന്നുപോയി. അപ്പൊ ദുബായിൽ വെച്ച് അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ പേര് സഹിതം അദ്ദേഹത്തിന് വെളിപ്പെട്ടു. ഇങ്ങനെ ഒരു സഹോദരൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്, അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ദൈവാത്മാവ് അദ്ദേഹത്തെ ഇടപെട്ടു. അങ്ങനെ അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. വന്ന ഉടനെ തന്നെ അദ്ദേഹം അതിരാവിലെ ബൈബിൾ കോളേജിന്റെ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. പലരോടും ചോദിക്കുന്നുണ്ട് എന്നെ കുറിച്ച്. അപ്പൊ അവരെല്ലാം പറഞ്ഞു ഇപ്പൊ പുറകെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരുമ്പോൾ ഇദ്ദേഹം എന്നോട് പേര് ചോദിച്ചു. ഇദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ബ്രദറിനെ കുറിച്ച് ദുബായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞ് കുറച്ച് പൈസ അദ്ദേഹം തന്നിട്ട് അദ്ദേഹം കടന്നു പോകുവാൻ ഇടയാക്കി. അപ്പൊ അങ്ങനെയാണ് ബൈബിൾ കോളേജ് പഠനം ഞാൻ പൂർത്തിയാക്കുന്നത്. അങ്ങനെ ദൈവം പലരെയും എനിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ മല്ലപ്പള്ളി സെന്ററിന്റെ മിനിസ്റ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ KV ചാക്കോ, അദ്ദേഹം ബൈബിൾ സ്കൂളിന്റെ ഡയറക്ടർ കൂടെയാണ്. അദ്ദേഹത്തിന്റെ ആ വലിയ വീട്ടിൽ താമസിച്ച് പഠിക്കുവാനായിട്ടൊരു ക്രമീകരണം അവിടുത്തെ ലോക്കൽ സഭാ ശുശ്രൂഷക നിമിത്തമായിട്ട് എനിക്ക് ഒരുക്കി തന്നു. അതിൻ്റെ ഒരു കാരണമുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഷോപ്പിങ്ങിനുള്ള സമയമുണ്ട്, ബുധനാഴ്ച വൈകിട്ട്. എന്നാൽ ഞാൻ മാത്രം അതിന് പോകാറില്ല. എൻ്റെ കാരണം കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. ആ സമയം കൂടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വേർതിരിക്കുമായിരുന്നു. അങ്ങനെ ഡോർമെട്രിക്കകത്തിരുന്ന് എപ്പോഴും പ്രാർത്ഥനയാണ്. ഇപ്പൊ വെള്ളിയാഴ്ചകളിൽ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരാൻ പോലും വണ്ടിക്കൂലി ഇല്ലാത്തൊരു സമയമാണ് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ മാത്രമേ ഡോർമെട്രി ശേഷിക്കത്തുള്ളൂ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്റെ അത്ഭുതം എന്ന് പറയുന്നത്, അവിടുത്തെ സഭയുടെ ശുശ്രൂഷകനോട് ദൈവാത്മാവ് ഇടപെടും, ഡോർമെട്രിയിലോട്ട് കയറി ചെല്ലാൻ പറയും. അപ്പൊ അദ്ദേഹം കയറി വരുമ്പോൾ ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം കാണുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച വണ്ടിക്കൂലി അദ്ദേഹമാണ് എനിക്ക് തരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് എന്നോടൊരു ഭയങ്കര ബന്ധമുണ്ടായി. കാരണം എന്നെ കുറിച്ച് തുടരെ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചത് കൊണ്ട് എന്നോട് ഭയങ്കര ആത്മബന്ധം ഉണ്ടായി. പല ആഴ്ചകളിലും അദ്ദേഹം എന്നെ വീട്ടിൽ വിടാറില്ല. എന്നെ പാഴ്സേജ് താമസിപ്പിക്കുകയും നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരിക. ഭയങ്കര സ്നേഹം. അദ്ദേഹത്തിന്റെ പേര് വർഗീസ് കുര്യൻ എന്നാണ്, റാന്നി സ്വദേശിയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹമാണ് ഇപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിൽക്കാൻ വിശ്വസ്തരായ ഒരാളെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വർഗീസ് കുര്യൻ പാസ്സാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ തുടർന്ന് പഠിക്കാനായിട്ട് കാരണമാണ്. കാരണം അവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് മോശയെ ദൈവം ഫറവോന്റെ കൊട്ടാരത്തിൽ വളർത്തിയതുപോലെ എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായി. ഞാൻ അവിടെ നിന്ന് ദൈവവചനം പഠിച്ചു. അതിനുശേഷമായിട്ടാണ് ഞാൻ കാക്കനാട്, എറണാകുളം ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന അപ്പൊ അവിടെ വെച്ചും ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പരിശോധനകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നെങ്കിലും വിശ്വാസ ജീവിതം ദൈവം പഠിപ്പിച്ചത് ബൈബിൾ സ്കൂളിൽ വെച്ചാണ്. അപ്പോഴും ഞാൻ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും 3 മണിയാകുമ്പോൾ, കറക്റ്റ് 3 മണിയാകുമ്പോൾ എൻ്റെ പുറത്തൊരു കരം വന്ന് തട്ടിയിട്ട് പറയുന്നത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെയാണ് എനിക്ക് പെന്തക്കോസ്ത് പാരമ്പര്യമായിട്ട് ബന്ധമില്ല, പക്ഷെ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ദൈവങ്ങൾ വെളിപ്പെടുത്തി തന്നതെല്ലാം ദൈവത്തിന്റെ ആത്മാവാണ്. അങ്ങനെ ആ ദൈവശബ്ദം ദൈവത്തിന്റെ കരുണയാൽ ഇന്നും കേൾക്കാനുള്ള അവസരം ദൈവം എനിക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗോസ്പൽ ഫോർ ഏഷ്യ പഠിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കൊല്ലം ജില്ലയിൽ കിഴക്ക് കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതിനകത്ത് 50 ഏക്കർ എന്ന് പറഞ്ഞൊരു വനമേഖലയുണ്ട്. അവിടെ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം അവസരം തന്നു. അവിടെ ഒരു സഭയുടെ ചാർജ് 1 വർഷത്തോളം അതിലിരിക്കുവാനും
ആ മേഖലകളിൽ ഒക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം വലിയ അവസരം ഒരുക്കി തന്നു. അതിനുശേഷമായിട്ട് എനിക്ക് തോന്നി ഒരു സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണം. ഏത് സംഘടനയുമായിട്ടാണ് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകനായ ഒരു ദൈവദാസൻ, കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്, ഞങ്ങൾ ഒരു ദിവസം ഈ വിഷയത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയുടെയും ശനിയാഴ്ച ദിവസങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ആ ദിവസങ്ങളിൽ ഉപവാസത്തോടു കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളും കാണും, എൻ്റെ ആവശ്യങ്ങളും കാണും. അപ്പൊ ഞങ്ങൾക്ക് പരസ്പരം ദൈവ ആലോചനകൾ തരും. അദ്ദേഹത്തെ ഉറപ്പിക്കുവാനായിട്ടുള്ള ദൈവാലോചന ദൈവം എനിക്ക് തരുമ്പോൾ തന്നെ എന്നെ ഉറപ്പിക്കുവാനുള്ള ദൈവാലോചനകൾ അദ്ദേഹം കൊടുക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ ഈ പുറക്കാട് പ്രദേശം എന്ന് പറയുന്നത് വിശ്വാസികളുള്ള സ്ഥലങ്ങളല്ല. ഇതെല്ലാം ഒത്തിരി ഹൈന്ദവരായിരിക്കുന്ന ആളുകളും കാത്തലിക്സും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഉള്ള പ്രദേശമാണ്. അപ്പൊ ഈ മേഖലകളൊന്നും വേറെ സഭകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തോട് ഇങ്ങനെ ഇടപെടുകയാണ്. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ദൈവം എന്റെ ഹൃദയത്തോട് ഇടപെട്ടു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ദൈവം ആന്ധ്രാപ്രദേശ് എന്ന പേര് തരാൻ കാരണം? അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ദൈവാലോചന പറയും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ പേര് ദൈവം എനിക്ക് തന്നു, എന്താണ് ഞാനുമായിട്ടുള്ള ബന്ധം? എനിക്കതൊന്ന് വെളിപ്പെടുത്തി തരണം. ഇതിങ്ങനെ ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവദാസൻ എന്നോട് പറയുകയാണ്, കർത്താവിന്റെ ദാസന് ആന്ധ്രാപ്രദേശിലേക്ക് ഒരു യാത്രയുണ്ട്. ആന്ധ്രാപ്രദേശിലാണ് നിങ്ങളുടെ മിനിസ്ട്രിക്ക് ദൈവം അടിസ്ഥാനം എത്തിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ആന്ധ്രാപ്രദേശിൽ ആരാണ് എനിക്കുള്ളത്? ആന്ധ്രാപ്രദേശ് ഞാൻ ഇങ്ങനെ പലരെയും ചിന്തിച്ചില്ല. എനിക്കൊരു പരിചയക്കാർ പോലും ആന്ധ്രാപ്രദേശിലില്ല. പിന്നെ എങ്ങനെയാണ് ഈ മിനിസ്ട്രി ഒരുങ്ങുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വീണ്ടും എന്നോട് ഇങ്ങനെ പറയുകയാണ്, ഒറീസയിലുള്ള നിങ്ങളുടെ ജ്യേഷ്ഠൻ മുഖാന്തരമാണ് നിങ്ങളുടെ മിനിസ്ട്രിക്ക് ഇങ്ങനെ അവസരം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒറീസയിലേക്ക് പോകണം എന്ന് ദൈവാത്മാവ് ഇടപെടുന്നെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ കടന്നു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു 2005 നവംബർ മാസമാണ് അദ്ദേഹം ആ ഡേറ്റ് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്റെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വന്ന ഒത്തിരി വെല്ലുവിളികളുണ്ട്. കാരണം 2003 എൻ്റെ പ്രിയ മാതാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിക്ക് വിവാഹപ്രായമായി നിൽക്കുകയാണ്. പലരും ചോദിച്ചു, ഇപ്പൊ മൂത്ത ആങ്ങളെ ആയിരിക്കുന്ന ഞാനിങ്ങനെ ഏത് ബൈബിളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഒരു ഉപജീവന മാർഗത്തിന്റെ അടിസ്ഥാനമില്ലാതെ ഈ ഒരു പുസ്തകം കൊണ്ട് നടന്നാൽ ജീവിക്കാൻ പറ്റുമോ? നിനക്കൊരു സഹോദരി ഉണ്ടല്ലോ, അവരുടെ വിവാഹം എങ്ങനെ നടക്കും? ഇതെന്നെ അലട്ടി ഒരു വലിയ വിഷയമായി. അപ്പൊ അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, ഈ വിഷയത്തിൽ നീ ലജ്ജിക്കത്തില്ല, നിന്റെ സഹോദരിയുടെ വിവാഹം ഞാൻ നടത്തും. ഈ ദൈവ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ദൈവത്തിന്റെ കരുണയാൽ 2005 അവളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ദൈവം ഇടയാക്കി. ഒന്നിനും ദൈവം കുറവ് വരുത്തിയില്ല. അപ്പൊ ഈ ഒരു സംഭവം കണ്ട് എൻ്റെ പിതാവിന് ഒത്തിരി മാറ്റമുണ്ടായി. നിരീശ്വരവാദിയായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന്റെ മനസ്സിനെ അത് ഒത്തിരി മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി ഈ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. അങ്ങനെ വലിയ താമസമില്ലാതെ എൻ്റെ പിതാവ് ഈ കർത്താവിനെ അനുഗമിപ്പാൻ ഇടയായി. സ്നാനപ്പെട്ടു. അപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ വെസ്റ്റ് സെന്ററിന്റെ ഒരു സഭ തോട്ടപ്പള്ളിയിലുണ്ട്, പള്ളിച്ചറ എന്ന് പറയും. അവിടെ ബിലീവറാണ് എൻ്റെ പിതാവ്. അവിടെ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അതിരാവിലെ തന്നെ 8 മണിയോട് അടുക്കുന്ന സമയത്ത് തന്നെ ആലയത്തിൽ ആണ് ആദ്യം കടന്നു വരുന്നതാണ് അവർ എന്നോട് കാണുമ്പോഴൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനുമുള്ള ആവേശം എൻ്റെ പിതാവിന് എനിക്ക് വന്ന മാറ്റം മുഖാന്തരം, എനിക്കുണ്ടായ രൂപാന്തര നിമിത്തം അദ്ദേഹത്തിനും വലിയ രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയായിട്ട്. അപ്പൊ ഇങ്ങനെ 2005 നവംബർ മാസം 21-ാം തീയതി ഒറീസയിലേക്ക് കടന്നു പോകണമെന്ന് ദൈവദാസൻ പറഞ്ഞത് നിമിത്തം ഞാൻ എന്ത് ചെയ്തു? ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു ഡേറ്റ് 18-ാം തീയതിയാണ്, നവംബർ 18, 2005 നവംബർ 18. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്നുള്ളതാണ്. ഒരു പൈസ പോലും ഇല്ല പോകാൻ. ഞാൻ ഉച്ചവരെ ഉപവാസം ഇരുന്നു, ഇല്ല ഒരു മറുപടിയില്ല. പക്ഷെ വിശ്വാസത്താൽ ഞാൻ ഒരുങ്ങാണ്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞ ഡേറ്റാണ്, ഞാൻ ഒരുങ്ങുക. അപ്പോൾ ഒരു ദൈവദാസൻ എനിക്ക് 250 രൂപ കൊണ്ട് തന്നു. ഞാനിങ്ങനെ പോകുന്നെന്ന് പറഞ്ഞ് 250 രൂപ തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പോകാം.
പക്ഷെ ഞാൻ അങ്ങനെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ചെന്നു. അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടുന്ന് ബറാമ്പൂര് വരെ എത്ര രൂപയാകും ജനറൽ കമ്പാർട്ട്മെന്റ്? അപ്പം 275 രൂപയാണ് അന്ന് അമ്പലപ്പുഴയിൽ നിന്നും ബറാമ്പൂര് വരെ. അപ്പൊ എന്റെ കയ്യിൽ 250 രൂപ മാത്രമേ ഉള്ളൂ. 25 രൂപ ഇല്ല. ഞാൻ ആരോട് ചോദിക്കും? ഞാനിങ്ങനെ വളരെ ഭാരപ്പെട്ടു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷെ എന്റെ മനസ്സിലൊരു ഐഡിയ തോന്നി, ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ആലപ്പുഴയിൽ ഇറങ്ങി പതുക്കെ വീട്ടിലോട്ട് ഇങ്ങനെ പോരാ. അങ്ങനെ 18 രൂപ കൊടുത്ത് ആലപ്പുഴയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തു. ഞാൻ ട്രെയിനെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയിരിക്കുക. പക്ഷേ ആലപ്പുഴയിൽ ചെന്നിട്ട് എനിക്ക് ട്രെയിനകത്ത് നിന്ന് ഇറങ്ങാൻ മനസ്സ് വരുന്നില്ല. ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഇറങ്ങാനായി. അങ്ങനെ എന്നാ എറണാകുളത്ത് ചെന്നിട്ട് ഇറങ്ങാം? ഇല്ല, എറണാകുളത്ത് ചെന്നിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്നാ പാലക്കാട് ഇല്ല, പാലക്കാട് എന്നിട്ട്. അങ്ങനെ പിന്നെ എന്റെ പേടി മുഴുവൻ TTR എന്നെ പിടിക്കും എന്നുള്ളതാണ്. TTR എന്നെ പിടിക്കും. കാരണം ആലപ്പുഴ ടിക്കറ്റ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. TTR പിടിക്കും. ഞാനിങ്ങനെ വാതിക്കലോട്ട് നോക്കിയിരിക്കുക, TTR ഏത് സമയത്താ കയറി വരുന്ന അറിയത്തില്ല. ഏതായാലും കോയമ്പത്തൂര് കഴിഞ്ഞു, മുമ്പോട്ട് പോവുകയാണ്. ഈറോഡ് ചെന്നപ്പോ രാത്രി 11 മണി കഴിഞ്ഞു. ഈറോഡ് ചെന്നപ്പോ TTR കമ്പാർട്ട്മെന്റിനകത്ത് കയറി. അപ്പൊ ആ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് ഉറങ്ങുന്നവരെല്ലാം TTR തട്ടി ഉണർത്തി അവരെല്ലാം എഴുന്നേപ്പിച്ചിട്ട് ടിക്കറ്റ് മേടിച്ച് നോക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഉറങ്ങാതിരിക്കുക, വളരെ ഭാരപ്പെട്ട് ഉറങ്ങാതെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്റെ മുഖത്തേക്ക് കുറെ നേരം നോക്കി. എന്റെ കണ്ണി നോക്കാണ്. എനിക്കും കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല ഭയം കൊണ്ട്. ഇപ്പൊ എന്നെ പിടിക്കും, പോലീസിനെ വിളിക്കും, അറസ്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് എന്റെ മനസ്സിൽ. പക്ഷെ ആ സമയത്തൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം കുറെ നേരം എന്റെ കണ്ണിലേക്ക് രൂക്ഷമായി നോക്കി. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി. പക്ഷെ എന്നോടൊന്നും ചോദിച്ചില്ല. അദ്ദേഹം ഒന്നും മിണ്ടാതെ പുള്ളി വന്നതുപോലെ തന്നെ മടങ്ങി പോകുവാനിടയായി. അവിടെ എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി ഒരു TTR ഇതിനകത്ത് കയറി വരരുത്. അങ്ങനെ ബറാമ്പൂർ എത്തുന്നത് വരെ ഒരു TTR പിന്നെ കയറാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ ബറാമ്പൂരിൽ ചെന്നു. ജ്യേഷ്ഠനോട് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അവിടെ വന്നു. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒറീസയിൽ എനിക്ക് ചില ശുശ്രൂഷയുടെ വഴികൾ ദൈവം തുറന്നു. അവിടെ ബറാമ്പൂർ IPC സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന തിരുവനന്തപുരം സ്വദേശിയാണ് പാസ്റ്റർ മോഹനൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സഭകളിൽ അതുപോലെ തന്നെ പല ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തനത്തിന് അവരെന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അതെന്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒത്തിരി വിടുതലുകൾ ദൈവം തന്നു. അപ്പൊ ഞാൻ ചെന്ന സമയത്ത് എന്റെ ജ്യേഷ്ഠ സഹോദരൻ വളരെ കഷ്ടത്തിലൂടെ കടന്നു പോവുക, രോഗങ്ങളും സാമ്പത്തിക തകർച്ചകളിലൂടെ കടന്നു പോവുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു പൈശാചിക ബന്ധനമാണ്. കാരണം മന്ത്രവാദികളുടെയൊക്കെ നടുവിലാണ് അവർ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഞാൻ ആ രാത്രി ചെന്ന് അവിടെ കിടക്കുന്ന സമയത്ത് അർദ്ധരാത്രി ആയപ്പോൾ ഈ സ്ത്രീകൾ ചിരിക്കുന്ന ശബ്ദം എനിക്ക് അനുഭവം കേട്ടു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കരുതേ എന്നിങ്ങനെ കരയുന്ന പോലെ ശബ്ദം. ഞാൻ ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചു. ഞാൻ അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. അങ്ങനെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ അവരെ ഭരിച്ചിരുന്ന എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറി. അവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറി. വലിയ വിടുതൽ കർത്താവ് അവിടെ ചെയ്തു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അതിന്റെ ഫലമായിട്ട് എനിക്ക് കുറച്ച് തുകയൊക്കെ എടുത്തു തരികയും എന്റെ പിതാവിന് അദ്ദേഹം കുറച്ച് പൈസയൊക്കെ അവിടെ അയച്ചു കൊടുക്കുകയൊക്കെ ഇടയായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒറീസയിൽ വെച്ച് അദ്ദേഹം ആന്ധ്രാപ്രദേശിലേക്ക് കടന്നു പോവുകയാണ് ഒരു ദിവസം. അപ്പൊ എന്നോട് പറയുന്നില്ല, എന്നോട് പറയാതെ അദ്ദേഹം ആന്ധ്രയിലേക്ക് കടന്നു പോവുകയാണ്. അപ്പൊ ഞാനിങ്ങനെ കട്ടിലേക്ക് കിടക്കുന്നു. വെളുപ്പിനെ അദ്ദേഹം ഒരുങ്ങി ഇറങ്ങി അദ്ദേഹം. അന്നേരം അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ്, അവൻ ഏതായാലും ഇവിടെ ഒറ്റയ്ക്കല്ലേ, അവനെ കൂടെ കൊണ്ടുപോകരുതോ എന്ന് ചോദിച്ചു. അന്നേരം പുള്ളി താഴെ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ വരുന്നോടാ മോനെ എന്ന് എന്നോട് ചോദിക്കുക. അപ്പൊ ഞാനും വരുന്നു. പക്ഷേ വാഗ്ദത്വമൊക്കെ ഞാൻ മറന്നു. ആന്ധ്രാപ്രദേശിലാണ് മിനിസ്ട്രിക്ക് അടിസ്ഥാനം ഒരുക്കിയെന്നൊക്കെ ദൈവാത്മാവ് പറഞ്ഞ ദൂതൊക്കെ ഞാൻ മറന്നു. അപ്പൊ എന്തായാലും ഒരു ആന്ധ്രാപ്രദേശ് ഒന്ന് കണ്ടിരിക്കാം എന്ന് വിചാരിച്ച് ഞാനും പെട്ടെന്ന് കുളിച്ചൊരുങ്ങി അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വിജയനഗരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറിയാണ് പെദ്ദത്താടി വാട എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന ഒരു വലിയ വീടിന്റെ മുമ്പിലാണ് രാത്രി ചെല്ലുന്നത്. അവിടെ ആ വീട്ടിലാണ് അന്ന് രാത്രി ഞങ്ങൾ താമസിക്കുന്നു.
ആ വീട്ടിൽ നിന്നും പിറ്റേ ദിവസം രാവിലെ ഒരു 1.5 കിലോമീറ്റർ മാറി ഒരു വലിയ ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിന്റെ പേര് മേഴ്സി മിഷൻ ക്യാമ്പസ് എന്നാണ്. അതിന്റെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ക്രിസ്ത്യൻ റിന്യൂവൽ ചർച്ച് അസോസിയേഷൻ, രണ്ട് മേഴ്സി മിഷൻ വെൽഫെയർ സൊസൈറ്റി. അപ്പൊ ഇത് രണ്ട് ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഒരു വലിയ ചർച്ച് ബിൽഡിങ്ങിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവിടെ സ്കൂളുണ്ട്, ബൈബിൾ കോളേജ് ഉണ്ട്, ഓർഫനേജ് ഉണ്ട്. പിന്നെ വെളിയിൽ നിന്ന് കുറെ സായിപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നാട്ടിൽ നിന്ന് എന്നൊരു ദൈവദാസൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എനിക്കും പ്രധാനമായ ഒരു സീറ്റ് അവർ തന്നു. അപ്പൊ അല്പസമയങ്ങൾ എന്റെ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്നു. അപ്പൊ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ സാക്ഷ്യം പറയാനല്ല ദൈവാത്മാവ് എനിക്കൊരു ഗൈഡൻസ് തന്നത്, ആ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ചില വെളിപ്പാടുകൾ ദൈവം എനിക്ക് തന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിതിങ്ങനെ മൈക്കിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആയിരിക്കുന്ന ഡോക്ടർ ചാർലി ടോം, അദ്ദേഹം 20 വർഷം ഇംഗ്ലണ്ടിൽ, അദ്ദേഹം കുടുംബം 20 വർഷമായിട്ട് ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തൊരു ഫാമിലിയാണ്. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തിന് ദൈവവേലയ്ക്ക് വിളി ഉണ്ടായിട്ട് അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. ആദ്യം ഒറീസയിലാണ് അദ്ദേഹം വന്നത്. എന്റെ ജ്യേഷ്ഠന്റെ അടുക്കലാണ് വന്നത്. കാരണം എന്റെ ജ്യേഷ്ഠനെ COTR ഇദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് ചാർലി ടോം എന്ന് പറയുന്നത്. അങ്ങനെ അതിനുശേഷമാണ് അദ്ദേഹം ആന്ധ്രാപ്രദേശ് വരുന്നത്. അങ്ങനെ ആ മിനിസ്ട്രി ആന്ധ്രയിൽ ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള ദൈവാലോചനകളാണ് ദൈവം എനിക്ക് തന്നത്, വെളിപ്പാടുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവരെ കയറി അവരെ ഒത്തിരി അത് സ്വാധീനിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. ശേഷമായിട്ട് അവരുടെ വീട്ടിൽ കടന്നുപോയി. വൈകിട്ട് ഞങ്ങൾ രാത്രിയുടെ ട്രെയിനിങ്ങിന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ മലയാളി സ്റ്റാഫുകൾ ഒത്തിരി പേരുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന വീട്ടിൽ വെക്കാൻ പോവുകയാണ്. ദൈവദാസൻ ഒറീസ എന്ന് പറയണം, വന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആന്ധ്രാപ്രദേശ് വരിക. ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും ജ്യേഷ്ഠനും കൂടെ വരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവരെല്ലാം ഡോക്ടർ എടുത്തവരാണ്. അവരെ MD-വിനൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്ന മലയാളി ടീച്ചർമാരുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. എന്നോട് പറഞ്ഞ് ഇവിടെ എല്ലാം ഒത്തിരി ദൈവദാസന്മാരുണ്ടെങ്കിലും ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ദൈവദാസൻ തന്നെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ രാവിലെയും വൈകിട്ടുമായിട്ട് 6 പ്രസംഗം ഞാൻ അവിടെ ദൈവവചനത്തിലൂടെ ശുശ്രൂഷിപ്പാൻ ഇടയായി. അപ്പൊ ആ ശുശ്രൂഷകളിൽ രോഗികൾ സൗഖ്യമായി, പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ സംസാരിച്ചു. അങ്ങനെ 3-ാം ദിവസം അവിടെ വെളിപ്പെട്ട ശുശ്രൂഷ നിമിത്തമായിട്ട് ഈ ചാർലി ടോം എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ എന്റെ ജ്യേഷ്ഠ സഹോദരനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചോദിച്ചു, ആ കേരളത്തിൽ നിന്ന് വന്ന ദൈവദാസന് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ? കേരളത്തിൽ ഒരു മിനിസ്ട്രി തുടങ്ങണമെന്ന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ മുകളിലത്തെ നിലയിലാണ്, ഇവര് താഴത്തെ നിലയിലായിരുന്നു സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം മേളിൽ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, ചാർലിച്ചാൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് CRCയുടെ പ്രവർത്തനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവാത്മാവ് തരുന്ന ഒരു ആലോചനയ്ക്ക് അനുസരിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തി. അപ്പൊ ഈ വാഗ്ദത്തം 2004 ജനുവരി മാസം പ്രാർത്ഥിച്ചപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് മിനിസ്ട്രിക്ക് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എന്നുള്ള വാഗ്ദത്തമൊക്കെ ഞാൻ മറന്നുപോയി. കാരണം ഇത് 2005-ലാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഞാനിരുന്ന് പ്രാർത്ഥിക്കാൻ 3/4 മണിക്കൂറോളം ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ആദ്യത്തെ അരമണിക്കൂറോളം വലിയ പോരാട്ടം ഉണ്ടായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ. ഭയങ്കര ക്ഷീണവും തളർച്ചയും ഉറക്കമൊക്കെ വരും. പക്ഷെ എന്നാൽ എനിക്ക് മനസ്സിലായി, എന്തോ ഒരു ഫൈറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് പ്രാർത്ഥന ഞാൻ നിർത്തിയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥന അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പോരാട്ടത്തിന്റെ അന്തരീക്ഷം അങ്ങ് മാറി. ഞാൻ ആത്മാവിലായി അന്യഭാഷകളിൽ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2004 ജനുവരി മാസം ദൈവം എനിക്ക് തന്ന ഈ വാഗ്ദത്തം എന്റെ ഹൃദയത്തിലേക്ക് കയറി വന്നു. ആന്ധ്രാപ്രദേശിലാണ് നിന്റെ മിനിസ്ട്രിക്ക് ദൈവം അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ നിലത്തുമല്ല താഴെയില്ല, അതുപോലെ ചാടി തുള്ളി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. പറഞ്ഞു, ഇത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്. അങ്ങനെയാണ് 2005 ക്രിസ്ത്യൻ റിന്യൂവൽ ചർച്ച് അസോസിയേഷൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ വിജയനഗരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നാളിതുവരെ പ്രവർത്തിക്കുവാൻ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം തന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും ഒറീസയിലേക്ക് കടന്നുപോയി. അപ്പൊ ഒറീസയിൽ വെച്ച് എന്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്, നീയും കൂടെ എന്റെ കൂടെ നിന്നാൽ
നമുക്കിവിടെ നല്ല രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യാം. കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ പാസ്റ്റർമാരും സഭകളും ഉണ്ട്. ഇനി നോർത്ത് ഇന്ത്യയിലാണ് ദൈവദാസന്മാരുടെ ആവശ്യം എന്ന് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. കർത്താവിന്റെ വേലയല്ലേ ചെയ്യാം. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒറീസയിൽ തുടരാനുള്ള ഒരു ഗൈഡൻസ് എനിക്ക് തരുന്നില്ല. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച ഞങ്ങൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുകയാണ്. ആ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 2 ദൈവദാസന്മാർ, റാന്നിയിൽ നിന്നും പത്തനാപുരത്തു നിന്ന് 2 കർത്താവിന്റെ ദാസന്മാർ, നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ പോയേച്ച് അവരവിടെ വിസിറ്റിങ്ങിന് വന്നതാണ്. അതിലൊരാൾ ഒരു കത്തോലിക്ക പ്രീസ്റ്റ് ആയിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹം ഒരു സുവിശേഷകനായി മാറുന്നത്. മറ്റേ ഒരു ദൈവദാസനുണ്ട്, അദ്ദേഹം ഒരു പ്രവാചകനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടാണ് ഈ ശുശ്രൂഷിക്കുന്നത്. അപ്പം ഉപവാസ പ്രാർത്ഥന ശക്തമായ ആരാധന നടക്കുമ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് ഓരോരുത്തരുടെ തലയെ കൈവിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഒരു അടയാളം പറഞ്ഞു, കർത്താവേ, ഈ നിൽക്കുന്ന 2 ദൈവദാസന്മാരിൽ പത്തനാപുരത്തു നിന്ന് വന്ന ആ കർത്താവിന്റെ ദാസൻ എന്റെ ഇടതേ തോളിൽ കൈവച്ചിട്ട് എന്റെ ഇടത് ചെവിയിൽ ഇദ്ദേഹം മിനിസ്റ്റർ ചെയ്യേണ്ടത്, ആ സ്ഥലത്തെ കുറിച്ച് അദ്ദേഹത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കണമെന്ന് ഒരു അടയാളം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് അടയാളം വെച്ച് പ്രാർത്ഥിക്കാൻ വചനത്തിൽ ധാരാളം വ്യവസ്ഥകളുണ്ട്. കാരണം ഗിദെയോൻ ദൈവത്തോട് അടയാളം ചോദിച്ച് മുന്നേറിയ ഒരു മനുഷ്യനാണ്. ദൂതൻ വന്നിട്ട് ദൈവത്തിന്റെ ദൂതനാണെന്ന് പറയുമ്പോൾ ഗിദെയോൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ ദൂതനാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അതിന് അദ്ദേഹം അടയാളങ്ങൾ പറഞ്ഞു. അടയാളങ്ങൾ ഗിദെയോൻ എന്തെല്ലാം അടയാളങ്ങൾ തന്റെ ഉറപ്പിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ദൈവത്തോട് ചോദിച്ചോ അതൊക്കെ ദൈവം ചെയ്തു കൊടുത്തായിട്ട് നമ്മൾ വായിക്കുന്നു. കാരണം ദൈവവചനം പറയുന്നുണ്ട്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. അപ്പൊ ഉറപ്പ് പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പൊ എന്റെ ആ എനിക്കത് ഉറപ്പ് പ്രാപിക്കണമായിരുന്നു. അദ്ദേഹം പറയുന്ന അനുസരിച്ചാണോ ഞാൻ മിനിസ്റ്റർ ചെയ്യേണ്ടത്, അത് കർത്താവ് പറയുന്ന അനുസരിച്ചാണോ ഞാൻ മിനിസ്റ്റർ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു. അപ്പൊ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ ദൈവദാസൻ എന്റെ ഇടത്തെ തോളിൽ വന്ന് കൈവച്ചു. എന്റെ ഇടത്തെ ചെവിയോട് മുഖം അടുപ്പിച്ചിട്ട് ചുണ്ട് എന്റെ ഇടത്തെ ചെവിയോട് ചേർത്ത് അദ്ദേഹം പറയുകയാണ്, നിന്റെ മിനിസ്ട്രി കേരളത്തിലാണ്, നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് പോകണമെന്ന്. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ ഞാനും അദ്ദേഹം ജ്യേഷ്ഠ പറഞ്ഞു, ഞാൻ കേരളത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു, ആ കേരളത്തിൽ ഇഷ്ടംപോലെ സഭയും പാസ്റ്റർമാരും ഉണ്ട്. നോർത്ത് ഇന്ത്യയിലാണ് ഇന്ന് ദൈവദാസന്മാരുടെ ആവശ്യം. അതുകൊണ്ട് നീ ഒറീസയിൽ എന്നോട് കൂടെ പ്രവർത്തിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്. ഞാൻ ദൈവത്തോട് ചോദിച്ച അടയാളം ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ മാനസികമായ പിണക്കം ഉണ്ടായി. അദ്ദേഹത്തിനോട് ഞാൻ നിൽക്കുന്നില്ലെന്നുള്ള വിഷമം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ ദൈവത്തെ അനുസരിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിട്ട് കേരളത്തിലേക്ക് വന്നു. ഇവിടുന്ന് എന്റെ ദേശത്തുനിന്ന് കഞ്ഞിപ്പാടം എന്ന് പറയും, ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത്രയും ദൂരം ഞാൻ ഇങ്ങനെ ആറ്റ് സൈഡിൽ കൂടെ നടന്നു പോകും. എല്ലാ ദിവസവും ഒരു ബാഗ് ട്രാക്ടറുമായിട്ട് നിറച്ച് നടന്നു പോകും. അവിടെ എല്ലാ വീടുകളും കയറി ട്രാക്ട് കൊടുക്കും. സുവിശേഷം അറിയാൻ താല്പര്യമുള്ളവരോട് കർത്താവിനെ കുറിച്ച് സംസാരിക്കും. എന്നിട്ട് തുടർന്ന് ഞാനിങ്ങനെ നടന്നു വരും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പോകുമ്പോൾ ഈ പൈപ്പുണ്ട്, പഞ്ചായത്ത് പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. കാരണം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ 3 വർഷത്തോളം ഞാനങ്ങനെ ആ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ഒരു ദൈവദാസൻ അവിടെ പ്രവർത്തനത്തിനായിട്ട് അദ്ദേഹത്തിന്റെ ചില പരിചയക്കാരുമായിട്ട് ആ ദേശത്ത് കടന്നു വരുന്നത്. അങ്ങനെ അദ്ദേഹത്തുമായിട്ട് ആ പ്രവർത്തനം അവിടെ അദ്ദേഹത്തെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അവിടെ നിന്നെങ്കിൽ മാറി. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്താണ് എന്റെ ചർച്ചിന്റെ പ്രസിഡന്റ് ഡോക്ടർ ചാർലി ടോം അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ശുശ്രൂഷയിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ കുടുംബസ്ഥരാകണം, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിവാഹം കഴിച്ച് ശുശ്രൂഷയിൽ മുന്നേറാനായിട്ട് പറ്റത്തുള്ളൂ, അതുകൊണ്ട് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്ന അന്ന. അപ്പൊ അതിനു മുമ്പ് വരെ വിവാഹം കഴിക്കണമെന്നൊരു ചിന്ത എനിക്കില്ലായിരുന്നു. കാരണം കൊരിന്ത്യൻ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്നുള്ളത് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്നുള്ളത് ലോകത്തിനുള്ള ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, വിവാഹം വേണ്ട, വിവാഹം കൂടാതെ കർത്താവിന്റെ വേല ചെയ്ത് പോകാം. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ സമയം മുതൽ ഞാനിങ്ങനെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ദൈവസന്നിധി വെച്ച് ആ വിഷയം പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ്, വിവാഹം എന്ന് പറയുന്നത് എന്റെ മാനുഷികമായ ഒരു ഇഷ്ടത്തിന് ഞാൻ അതിനകത്ത് താല്പര്യം കൊടുക്കുന്നില്ല. കാരണം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണയെ ഒരുക്കുമെന്ന് പറഞ്ഞ ദൈവമാണല്ലോ. അതുകൊണ്ട് ദൈവം തന്നെ എനിക്ക് തക്കതായൊരു തുണയെ ഒരുക്കണം. എന്റെ ഒരു ഇഷ്ടം ഞാൻ നോക്കത്തില്ല. ദൈവം ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമേ
ഞാൻ വിവാഹം കഴിക്കത്തുള്ളെന്ന് ഞാൻ ദൈവത്തിലെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ എന്റെ പ്രാർത്ഥനാ സഹകാരിയായ കർത്താവിന്റെ ദാസനുമായി ഞാൻ ഈ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഇതിനേക്കൊരു 4 വെളിപ്പാടുകൾ എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഒന്ന്, ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ബൈബിൾ സ്കൂളിൽ പഠിച്ചതായിരിക്കും. 2, ആ പെൺകുട്ടിയുടെ വീട് കിഴക്കോട്ട് ദർശനമുള്ളതായിരിക്കും. 3, ആ വീടിന്റെ കുറുകെ ഒരു തോട് ഒഴുകുന്നുണ്ട്. 4, ഈ വീടിന്റെ വടക്കു വശത്ത് ഒരു തെങ്ങിൻ തോപ്പുണ്ടെന്ന് പറഞ്ഞു. ഇനി 4 വെളിപ്പാടുകൾ. ഈ 4 വെളിപ്പാടിന്റെ അടിസ്ഥാനത്തില് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യം പുന്നപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊരു പെണ്ണ് കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. അത് സഭയിലാണ്. ഒരു ഞായറാഴ്ച അവരുടെ സഭയിൽ ചെല്ലാൻ പറഞ്ഞു. ന്യൂഞ്ച ചർച്ചാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ പെൺകുട്ടിയെ കണ്ടു. ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണ്. നന്നായി പാടാനുള്ള കഴിവുണ്ട്. താലന്ത് പരിശോധനയിലൊക്കെ ഏറ്റവും ഫസ്റ്റ് മേടിക്കുന്ന പെൺകുട്ടിയാണ്. പക്ഷെ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട് വടക്കോട്ട് ദർശനമാണ്. ഈ വെളിപ്പാട് പറഞ്ഞതുപോലെ തെങ്ങും തോപ്പില്ല, തോടില്ല. അങ്ങനെയൊക്കെ ഒരു കാര്യം വന്നപ്പോൾ അടയാളം ഒത്തു വരാഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ നിന്നെങ്കിൽ പോന്നു. രണ്ടാമത് തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പോയാണ് രണ്ടാമത്തെ, അതൊരു സഭയിലാണ്. അപ്പൊ അവിടെ പെൺകുട്ടിയെ കണ്ടു. പെൺകുട്ടി ബൈബിൾ കോളേജിൽ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ പാസ്റ്ററുടെ കൂടെ സഭക്കാരുടെ കൂടെ ട്രാക്ട് കൊടുക്കാനും ദൈവം ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഈ ബൈബിൾ കോളേജ് പഠിക്കാത്തത് കൊണ്ട്, അടയാളം വെക്കാത്തത് കൊണ്ട് അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ 3ാമത്തെ തവണയാണ് 2006 പ്രാരംഭ സമയമാണ്. മാവേലിക്കരയിൽ കത്താരമ്പലം മറ്റം മടക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ വിവാഹാലോചന കടന്നു വന്നു. ഒരു സായാഹ്ന സമയത്താണ് ഞാൻ അവിടെ കടന്നു പോകുന്നത്. എന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ഈ 4 അടയാളങ്ങളും ഉണ്ടാവും. പെൺകുട്ടി 2 ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. അവരുടെ വീടിന്റെ കുറുകെ ഒരു തോടുണ്ട്. ഈ തോട് കടന്നാണ് അവരുടെ വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പൊ ഞാൻ ആ വീട് കിഴക്കോട്ട് ദർശനമാണ്. വീടിന്റെ വടക്ക് ഭാഗത്ത് തെങ്ങിൻ തോപ്പുണ്ട്. അപ്പൊ ഇത്തരം അടയാളങ്ങൾ ഒത്തു വന്നു. അങ്ങനെ 2006 മാർച്ച് 30 ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷമായിട്ട് ഞാനിങ്ങനെ നങ്ങ്യാറുകുളങ്ങര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പരസ്യോഗ ടീമുണ്ട്. ആ ടീമിന്റെ അംഗമായിട്ട് ഞാനിങ്ങനെ 2 വർഷത്തോളം പരസ്യോഗങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കും. പറഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഒരു ദിവസം പ്രാർത്ഥനയും ബാക്കി ദിവസങ്ങൾ പരസ്യോഗമാണ്. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പരസ്യോഗം നടത്തി അങ്ങനെ പോകുന്നതുകൊണ്ട് തലമുറയില്ലാത്തതിന്റെ ഒരു ഭാരമൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. 2 വർഷം മക്കളില്ല. പക്ഷെ എന്റെ വൈഫ് ഒത്തിരി മാനസികമായിട്ട് ക്ഷീണിച്ചു. അപ്പൊ അതിനിടയ്ക്ക് ഒത്തിരി ആളുകൾ ഞങ്ങളെ പരിഹസിച്ചു. കാരണം ദൈവവിശ്വാസികളായിട്ട് ജീവനുള്ള ദൈവത്തെയാണ് അവർ സേവിക്കുന്നത്. പക്ഷെ അവർക്ക് ഇതിൽ കുഞ്ഞുങ്ങളില്ല. നിന്റെ ദൈവം എന്ത് ദൈവമാണ്? നിന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയത്തില്ലേ? നിങ്ങളുടെ ദൈവത്തിന് കഴിവില്ലേ മക്കളെ തരാൻ? എന്നൊക്കെ ഒത്തിരി ആളുകൾ ഞങ്ങളെ അപമാനിച്ചു. അപ്പൊ ഇതൊക്കെ അവളെ മാനസികമായിട്ട് ഒത്തിരി ദുഃഖിപ്പിച്ചു, ശാരീരികമായി ക്ഷീണിപ്പിച്ചു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു ഡോക്ടറെ പോയി കാണാം. അങ്ങനെ അവിടെ നിർബന്ധം കൊണ്ടാണ് മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കടന്നുപോയി. അവിടെ പ്രശസ്തനായ ഒരു ഗൈനക്കോളജി അന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സുകുമാരൻ എന്നാണ്. അദ്ദേഹം ഗവൺമെന്റ് ഗൈനക്കോളജി ആയിരുന്നു. പുള്ളി റിട്ടയറിന് ശേഷമാണ് അവിടെ പ്രാക്ടീസിന് കയറുന്നത്. ഒത്തിരി ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നു. ഞങ്ങൾ രാത്രിയിലൊക്കെ 12 മണിയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ വീട്ടിൽ തിരിച്ചു വരുന്നു. അതുവരെ പുള്ളി ഇരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നീണ്ട 1 വർഷം ട്രീറ്റ്മെന്റ്. പക്ഷേ ഈ 1 വർഷത്തെ ട്രീറ്റ്മെന്റ് അദ്ദേഹം മാറി മാറി എഴുതുന്ന മെഡിസിനുകൾക്കൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതവും സൃഷ്ടിക്കാൻ സാധിക്കില്ല. അപ്പൊ തന്നെ പലരും ദൈവദാസന്മാരും പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവം നിങ്ങൾക്ക് തലമുറകളെ തരും, നിങ്ങൾക്ക് ആൺകുഞ്ഞുങ്ങളെയാണ് ദൈവം തരാൻ പോകുന്നതെന്ന് പലരും ദൈവദാസന്മാരും പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വൈഫിനോട് പറഞ്ഞു, ഇനി ഇങ്ങനെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു പ്രയോജനമില്ല, അതുകൊണ്ട് ട്രീറ്റ്മെന്റ് നിർത്താം, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കാരണം വാഗ്ദത്തം പ്രാപിക്കാൻ വേറെ ഒരു വളഞ്ഞ മാർഗമില്ല. അത് വാഗ്ദത്തം ചെയ്ത ദൈവം തന്നെ ആ വിഷയത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെ തീരുമാനമെടുപ്പിച്ചു. ഒരു ദിവസം ആശുപത്രിക്ക് പോയിട്ട് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ വീടിനകത്ത് കയറുന്നതിന് മുമ്പേ ഞാൻ കയ്യെ പിടിച്ച് വഴി നിർത്തിയിട്ട് പറഞ്ഞു, ഒരു തീരുമാനം എടുത്തിട്ട് വീട്ടിൽ കയറിയാൽ മതി. അതെന്താന്ന് ചോദിച്ചാൽ, ഇനി ഈ ഒരു ആവശ്യം പറഞ്ഞ ഒരു ആശുപത്രികളിലും എന്നെ വിളിച്ചുകൊണ്ട് പോകത്തില്ലെന്ന് നീ തീരുമാനമെടുക്കണം. വാസ്തവത്തിൽ അവർക്ക് ആ തീരുമാനം എടുക്കാൻ ഒരു വാക്കുപോലും വായിന്ന് വരുന്നില്ല. അവിടെ കണ്ണ് രണ്ടും നിറഞ്ഞ് കുടുകുടാന്ന് കണ്ണുനീര് ഒഴുകുക. എന്റെ കയ്യിലൊക്കെ കണ്ണുനീരിങ്ങനെ വീണ് നനഞ്ഞു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ നിർബന്ധിക്കത്തില്ലെന്ന് പറഞ്ഞു. കരഞ്ഞുകൊണ്ട് വീടിനകത്തോട്ട് കയറിപ്പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ തീരുമാനമെടുത്തു, നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം.
ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, 1 ശമൂവേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തലമുറയില്ലാത്തൊരു ഹന്നായെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഹന്ന പെനീന നിമിത്തമുള്ളതായിരിക്കും നിന്നയും കുത്തുവാക്കും അപമാന നിമിത്തം ഹന്ന ദൈവസന്നിധി കടന്നു വന്ന് ഒരു തീരുമാനമെടുത്തു. കർത്താവെ, ഒരു പുരുഷപ്രജയെ നീ എനിക്ക് തന്ന് അടിയന്റെ നിന്നയെ നീക്കിയാൽ ഞാൻ അവനെ ദൈവത്തിന് തന്നുകൊള്ളാവുന്ന ഒരു നേർച്ച നേർന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ഒരു നേർച്ച നേരാം. നമുക്ക് ദൈവം തരികയാണെങ്കിൽ ആ തലമുറയെ ദൈവത്തിന് വേണ്ടി കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഈ 3 ദിവസത്തെ ഉപവാസ സമയത്ത് കരങ്ങളെ കോർത്ത് പിടിച്ച് ശക്തമായ പ്രാർത്ഥന, അതുപോലൊരു ഉപവാസം ഇതുവരെ ഞങ്ങൾ ഉപവസിച്ചിട്ടില്ലെന്നാണ്. കാരണം പ്രാർത്ഥന പകലും രാത്രിയും മുഴുക്ക പ്രാർത്ഥന, പ്രാഥമിക ആവശ്യത്തിനല്ലാതെ കണ്ട് കിടക്കത്ത് പോലും ഇല്ലായിരുന്നു. അതുപോലത്തെ പ്രാർത്ഥനയാണ് 3 ദിവസം. അപ്പൊ അത് ആ പ്രാർത്ഥന തീരുമാനത്തോടുകൂടെ, കർത്താവെ, ഞങ്ങൾക്കൊരു പുരുഷ ആൺകുഞ്ഞിനെ ദൈവം തന്നാൽ ഞങ്ങൾ അവന് കർത്താവിന്റെ വേലയ്ക്ക് തന്നോളാം എന്ന ഉടമ്പടിയോടുകൂടെ ഞങ്ങൾ രണ്ടും കൂടെ കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണുവാനിടയായി. അങ്ങനെ വൈഫ് പ്രഗ്നന്റ് ആയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആദ്യത്തെ ഒരു ആൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. സ്തോത്രം. ആ ദൈവദാസന്മാരെല്ലാം പ്രാർത്ഥിച്ച് പറഞ്ഞതുപോലെ ആൺകുഞ്ഞിനെ തന്നു. ഞാൻ അവൻ എന്ത് പേരിടണമെന്ന് ദൈവത്തോട് ഒത്തിരി ചോദിച്ചു. എന്റെ വൈഫിന് വേറൊരു പേരിടാനായിരുന്നു താല്പര്യം. ഞാൻ ബൈബിൾ എടുത്തു വെച്ച് ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഇസഹാക്ക് എന്ന പേര് ഇട്ടത് ദൈവമാണല്ലോ, ഇസ്മായേൽ എന്ന പേരിട്ടത് ദൈവമാണല്ലോ, അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് തന്ന തലമുറയ്ക്ക് ദൈവം ഒരു പേര് തരണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ യോയൽ എന്ന പേരാണ് ദൈവം എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. ഞാൻ അതിനെ കുറിച്ച് പഠിച്ചപ്പോൾ യേൽ എന്ന് പറഞ്ഞാൽ ദൈവമെന്നാണ്. യോയൽ എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ദൈവം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ സ്തോത്രം അവനെ യോയൽ എന്ന പേരിട്ടു. അതിനുശേഷമായിട്ട് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ വളരെ അദ്ദേഹം ഇന്ന് കർത്തൃസന്നി വിശ്രമിക്കുന്നു, വളരെ പ്രായമുണ്ട്, ശരിക്കും നിവർന്ന് നടക്കാൻ കഴിയത്തില്ല, അത്ര അവശനം. ഒരു ഉപവാസ പ്രാർത്ഥന ഈ അപ്പൻ ഞങ്ങളുടെ സഭയിൽ കടന്നു വന്നു ശുശ്രൂഷിക്കുമ്പോൾ വൈഫിന്റെ തലയെ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനിയും നിനക്കൊരു പുരുഷാനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത് ആൺകുഞ്ഞിനെ കൂടെ ദൈവം ഞങ്ങൾക്ക് നൽകുവാനിടയായി. അവനെ ഞങ്ങളെ ജെറിൻ എന്ന് നാമകരണം ചെയ്തു. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ മൂത്ത മകനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ തന്നെ ഞാൻ ഈ ക്രിസ്ത്യൻ റിന്യൂവൽ ചർച്ചിന്റെ പ്രവർത്തനം കേരളത്തിൽ കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ 10-12 ചർച്ച് കേരളത്തിലുണ്ട്. അതിന്റെ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് ചില വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ ഗോസ്പൽ ടീം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം എനിക്കുണ്ട്. ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിവിധ സംഘടനകൾപ്പെട്ടതാണ്. ന്യൂ ഇന്ത്യക്കാരുണ്ട്, IPC-ക്കാരുണ്ട്, മറ്റ് സംഘടന ചർച്ച കൂടുകാരുണ്ട്. ഇങ്ങനെ 10 ദൈവദാസന്മാർ ചേർന്ന് ഞങ്ങൾ ചില വർഷങ്ങളായിട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇങ്ങനെ ഇടുക്കി മുതൽ ആലപ്പുഴ വരെ, കേരളത്തിന്റെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെയുള്ള ജില്ലകളിൽ എല്ലാ മേഖലകളിലും ഇങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക, പരസ്യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചില വർഷങ്ങളായിട്ട്. അതിന്റെ ഭാഗമായിട്ട് മുറ്റത്ത് കൺവെൻഷൻ നടത്തുന്നുണ്ട്, ട്രാക്ട് വിതരണം നടത്തുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനകൾ, ഓൺലൈൻ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതൊക്കെ ഒത്തിരി വലിയ വിടുതലാണ്. ധാരാളം ആളുകൾ അതിലൂടെ മദ്യപാനികളായിരിക്കുന്ന ആളുകളും ആത്മഹത്യ ചെയ്യാനുള്ള ഒത്തിരി പേരെ ദൈവത്തിന്റെ കരുണയാൽ ഈ സുവിശേഷ പ്രവർത്തനത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 2 പ്രവർത്തന മേഖല ഉണ്ടായിരുന്നു. ഒന്ന് മാവേലിക്കര, അതുപോലെ തന്നെ പരിമലയിൽ ഒരു സഭയുണ്ട്. അടുത്ത സമയം വരെ 2 സ്ഥലത്തായിട്ട് ഞാൻ ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ രാവിലെ 8 മുതൽ 10:30 വരെയാണ് പരിമല പാണ്ടനാട് എന്ന സ്ഥലത്ത് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 11 മണി മുതൽ 1:30 വരെയാണ് മാവേലിക്കര ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ചില മാസങ്ങളായിട്ട് ഗോസ്പൽ ടീമിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കർത്താവിന്റെ ദാസനെ അവിടെ പാണ്ടനാട് സഭയുടെ ചുമതല ഏൽപ്പിക്കുകയും ഇപ്പൊ മാവേലിക്കര പ്രദേശത്താണ് ഞാൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില കുടുംബങ്ങൾ ഹൈന്ദവ ഫാമിലി രക്ഷിക്കപ്പെട്ടു ചില കുടുംബങ്ങൾ കർത്താവിനെ അവിടെ ആരാധിക്കുന്നു. ഒത്തിരി എതിരുകളുണ്ടായി. എന്നെ കൊല്ലുമെന്നും ഒക്കെ പറഞ്ഞ ആളുകളുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്തിയ ആളുകളുണ്ട്, എന്നെ വഴിതടഞ്ഞവരുണ്ട്. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് അവരാരും ഈ പൂപ്പരപ്പിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കർത്താവിനെ ഞങ്ങൾ അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി കർത്താവിനെ സാക്ഷി ഒരു വിദേശ രാജ്യത്ത് ദുബായിയുടെ പ്രദേശത്ത് കടന്നുപോകാനും കർത്താവിന്റെ വേല അവിടെ ചെയ്യുവാനും ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ ഈ സാക്ഷ്യവും സന്ദേശവും കേൾക്കുന്ന നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവ് ഇങ്ങനെ അത്ഭുത വിഷയമായി ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും നേരം ഈ സാക്ഷ്യം
ഈ ജോയ്സ് ടിവിയിലൂടെ പങ്കുവെക്കുവാൻ ദൈവം അവസരം തന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായ കർത്താവിന്റെ ദാസിയോട് വളരെ നന്ദിയും കടപ്പാടുമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. ആമേൻ ആമേൻ. ഓക്കെ, കർത്താവിന്റെ ദാസന്റെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ എവിടെ കിടന്നു നിന്ന് നമ്മളെ എവിടൊക്കെ കർത്താവ് കൊണ്ടെത്തിക്കുന്നു. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുന്നമേ കർത്താവിന്റെ ദാസനെ കർത്താവ് കണ്ടു, തിരഞ്ഞെടുത്തു. കർത്താവിന്റെ വയൽ പ്രദേശത്ത് അനേകർക്ക് അനുഗ്രഹം ആശ്വാസമാക്കി കർത്താവ് നിർത്തിയിരിക്കുന്നു. ഇനിയും കർത്താവിന്റെ ദാസൻ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായിരിക്കുന്ന പ്രിയ പിതാവേ, ഈ നല്ല മധ്യാഹ്ന കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ കർത്താവിന്റെ പുണ്യനാമത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവമേ, അടിയന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനവധി അത്ഭുത വിടുതലുകളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് പങ്കുവെക്കുവാനായിട്ട് കഴിഞ്ഞത്. പങ്കുവെച്ച ദൈവപ്രവർത്തികളെല്ലാം മാന്യ കേൾവിക്കാർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും ദൈവശബ്ദം കേൾക്കുന്നതിനും കാരണമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം. കർത്താവിന്റെ സാക്ഷികളെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യങ്ങളായി പ്രസ്താവിക്കുവാനും പ്രഖ്യാപിക്കുവാനും കാണിച്ചു കൊടുക്കുവാനും ഈ ടീമിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം സകലത്തിന്റെ മേലും മഹിമപ്പെടുവാനിടയാകണം. ഈ സാക്ഷ്യം ശ്രവിക്കുന്ന ഏവർക്കും ആശ്വാസവും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിന് കാരണമാകണമേ, ദൈവശബ്ദം കേൾക്കുന്നതിന് കാരണമാകണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഈ ഉദ്യമത്തെ പ്രവർത്തനത്തെ കേൾവിക്കാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.